ഒരു സംസ്ഥാനത്തെ മെഡിക്കൽ വേസ്റ്റുകളെല്ലാം മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക, അവിടെ അത് അശാസ്ത്രീയമായ രീതിയിൽ കിടക്കുക, ഇത് ഒരു കടുത്ത അനീതിയാണ്, നിയമലംഘനമാണ്, നമ്മൾ പ്രതികരിക്കേണ്ട വിഷയവുമാണ്. അതാണ് 24 വാർത്താ സംഘം തിരുനെൽവേലിയിൽ പോയി റിപ്പോർട്ട് ചെയ്തത്. പ്രേക്ഷകർ കണ്ടു കാണും, ആ വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു ഫലമുണ്ടാവുകയാണ്. ആ വാർത്തയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിക്ഷേപിച്ച ആശുപത്രി മാലിന്യങ്ങൾ ഒടുവിൽ കേരളം തിരിച്ചെടുത്തിരിക്കുന്നു. ഹരിത ട്രൈബ്യൂണൽ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് അവസാന നിമിഷമുള്ള കേരളത്തിന്റെ ഈ ഇടപെടൽ. അതേസമയം സംഭവത്തിൽ 2 പേരെ കൂടി തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാലിന്യങ്ങൾ നിക്ഷേപിച്ച 3 പഞ്ചായത്തുകളിലെ ജീവിതം ദുരിതത്തിലാക്കിയ വാർത്ത ഞങ്ങൾ 24 തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറയാം, 24 ഇമ്പാക്ട്. മലയാളികൾക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവം. 3 ദിവസം ഈ ഗ്രാമത്തിലെ മനുഷ്യരും മൃഗങ്ങളും ഒരേപോലെ അനുഭവിച്ചു. ഒടുവിൽ ഹരിത ട്രൈബ്യൂണലിന്റെ വിരട്ടലിൽ കേരളം വഴങ്ങി. ഒരൊറ്റ ദിവസം കൊണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ നീക്കി. കല്ലൂർ, പളവൂർ, കൊണ്ടാനഗരം പഞ്ചായത്തുകളിലാണ് ഒരു മാസത്തിനിടയിൽ 11 ഇടങ്ങളിൽ മാലിന്യ കൂമ്പാരം പ്രത്യക്ഷപ്പെട്ടത്. ഉപയോഗിച്ച സിറിഞ്ച്, PP കിറ്റ്, രോഗികളുടെ മെഡിക്കൽ രേഖകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, ഇവയിൽ തിരുവനന്തപുരം RCCയിലെ ചികിത്സാ രേഖകളും പ്രത്യക്ഷപ്പെട്ടതോടെ കേരളം പ്രതിക്കൂട്ടിലായി. സംഭവം ദേശീയ ട്രൈബ്യൂണൽ കയറിയതോടെ മാലിന്യം സ്വന്തം നിലയിൽ കേരളം മാറ്റണമെന്ന് ഉത്തരവ്. ഹരിത ട്രൈബ്യൂണൽ നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെ ഇന്ന് കേരള സർക്കാരിന്റെ ആക്ഷൻ പ്ലാൻ. തമിഴ്നാട് സർക്കാരിന്റെ സഹായത്തോടെ മാലിന്യം നീക്കാൻ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ തിരുനെൽവേലിയിലെത്തി. 3 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, കോർപ്പറേഷനിൽ നിന്നും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും, ക്ലീൻ കേരള കമ്പനിയിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് മാഡം കൂടിയുള്ളത്. ഇവിടുന്ന് തമിഴ്നാട് ടീമുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഓരോ ലൊക്കേഷൻസിലേക്കും ഇവിടെ നിന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ലൊക്കേഷൻ ഉണ്ട് സാർ, നമുക്ക് 6 ലൊക്കേഷൻ ഇവിടെ നിന്നെടുത്ത് തരംതിരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസ്കരണം അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. കേരളത്തിൽ നിന്നുള്ള 70 അംഗ ഉദ്യോഗസ്ഥ സംഘം 16 ലോറികളുമായി എത്തിയാണ് മാലിന്യം നീക്കം ചെയ്തത്. മണ്ണുവാരി യന്ത്രം ഉപയോഗിച്ച് മാലിന്യം ലോറിയിലേക്ക് മാറ്റി വലിയ ടാർപോളിനെ ഉപയോഗിച്ച് മൂടിയാണ് കൊണ്ടുപോയത്. അസിസ്റ്റന്റ് കളക്ടർ സാക്ഷി മോഹൻ മാലിന്യ നീക്കത്തിന് മേൽനോട്ടം വഹിച്ചു. തമിഴ്നാട്ടിലെ ആരോഗ്യ, പഞ്ചായത്ത്, മലിനീകരണ നിയന്ത്രണ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ മാലിന്യങ്ങളിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ സ്കെയിലും അതേപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ക്ലീൻ കേരളയും സംസ്കരിക്കും. ഇതൊക്കെ നേരത്തെയും ആകാമായിരുന്നു. നോട്ടപ്പിഴവ് കൊണ്ട് മാത്രം കേരളം കേട്ട പഴി ചെറുതല്ല. അക്കാണുന്ന ജലസ്രോതസ്സിലെ വെള്ളം സാക്ഷി. ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങളുടെ കെടുതി ഇവിടുത്തെ മനുഷ്യരെ കുറെ നാൾ വേട്ടയാടും. അത്രയ്ക്കധികം ഇവിടുത്തെ ജലത്തിലും വായുവിലും ഭൂമിയിലും ആശുപത്രി മാലിന്യങ്ങൾ ഇഴുകിച്ചേർന്നിട്ടുണ്ട്. ரொம்ப சந்தோஷமாக தான் இருக்குது. இது இனிமேல் தொடராமல் இருந்தால் நல்லாயிருக்கும். இந்த பிரச்சனை இதே மாதிரி தொடராமல் இருந்தால் நல்லாயிருக்கும். களையை வச்சு வாழைக்காய், காய்கறி எல்லாம் நாங்கள் உங்களுக்கு கொடுக்குறோம். எங்களுக்கு இந்த மாதிரி குப்பைகளை நீங்கள் கொடுக்காம இருந்தால் உங்களுக்கு தரமானது எல்லாம் வந்துக்கிட்டே இருக்கும். ഈ മാലിന്യ കൂമ്പാരം ഇങ്ങനെ ഒന്ന് നീങ്ങിയപ്പോൾ ഈ കന്നുകാലികൾ വെള്ളം കുടിക്കാനായി ഇവിടേക്ക് എത്തിയത് അവരുടെ ആവാസ വ്യവസ്ഥ ഇതായതുകൊണ്ടാണ്. ആ ആവാസ വ്യവസ്ഥയിലേക്കാണ് ക്രൂരമായി ചിലർ കത്തിവെച്ചത്. மாடுலாம் ரொம்ப கட்டியாக வருது, உடம்பு போகிறான், வீங்கி வருது, அது உடஞ்சி இந்த மாதிரி இதாக புண்ணெல்லாம் வருது. இப்போ அள்ளிட்டு போய் சொல்லுதாங்க. அள்ளிட்டு போய் என்னது மறுபடியும் தட்டை தான் செய்வான், எரிச்சிட்டு போயிருந்தாங்க. அந்த சைட்லாம் நிறைய எரிச்சு போட்டிருக்காங்க. വലിച്ചെറിയുന്ന മാലിന്യങ്ങളുമായി കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ലോറികൾ അവസാനത്തെ കാഴ്ചയാകട്ടെ. അതല്ലെങ്കിൽ അയൽ സംസ്ഥാനക്കാരന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട ഗതികേട് മലയാളിക്കിനിയും ഇനിയും ഉണ്ടാകും. ലോറികൾ മതിയാകാതെ വന്നതോടെ കേരളം തമിഴ്നാട് ലോറികൾ ആവശ്യപ്പെട്ടു. തിരുനെൽവേലി ജില്ലാ ഭരണകൂടം ഇടപെട്ട് അതും കേരളത്തിനായി ഉറപ്പാക്കി. അങ്ങനെ തമിഴ്നാട് കേരളത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകി. സുന്ദരമായി ഗ്രാമത്തിൽ നിന്ന് മടങ്ങുകയാണ്. 2 ദിവസം മുൻപ് ഇവിടേക്ക് വരുമ്പോൾ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. പക്ഷേ നോട്ടക്കുറവ് കൊണ്ട് സ്വന്തം സംസ്ഥാനത്തിനുണ്ടായ അനാസ്ഥ ചർച്ച ചെയ്ത അഭിമാനത്തോടെ തിരുത്തി. പക്ഷേ ഒരിക്കൽ പോലും ഈ ഗ്രാമത്തിലെ മനുഷ്യർ ഞങ്ങളെ പഴിച്ചിട്ടില്ല. മാലിന്യം കൊണ്ട് ചീഞ്ഞു നാറിയപ്പോഴും പശിയടക്കാൻ ഭക്ഷണം തന്നു.
ആ സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഇവിടം വിട്ട് മടങ്ങുന്നത്. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കും രാജേഷസിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുനെൽവേലി. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർ അറിയൂ, വളരെ കൃതാർത്ഥതയോടുകൂടിയാണ് ഈ വാർത്തയും അതിന്റെ വിവരങ്ങളും അതിനെ തുടർന്നുണ്ടായ നടപടികളും ഒക്കെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഒരു സംസ്കാരമുണ്ടല്ലോ, ഒരു വൃത്തികെട്ട സംസ്കാരം. അതായത് നമ്മുടെ സ്വന്തം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ നമ്മുടെ വീട്ടിലും ചുറ്റുപാടുമുള്ള വേസ്റ്റൊക്കെ നമ്മൾ പുറത്തേക്ക് തള്ളും, നിരത്തിൽ എന്തുമാകാം എന്ന തരത്തിൽ. ആ സംസ്കാരത്തിന് മറ്റൊരു രൂപമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാലിന്യമൊക്കെ ഇതര സംസ്ഥാനത്തൊട്ട് അയൽ സംസ്ഥാനത്ത് കൊണ്ടുപോയി തള്ളുക, അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ അവരുടെ മണ്ണും ജലവും വായുവും ഒക്കെ മലിനമാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുക, അതിനൊക്കെ എതിരെ ശബ്ദമുയർത്തുക. അതും ഒരു മാധ്യമധർമ്മമാണ്. അതിൽ തിരുത്തേണ്ട ഭാഗത്ത് നമ്മൾ തിരുത്തുകയാണ്, ആ മാലിന്യങ്ങളെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ അതിൽ മാതൃക കാണിച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം നമുക്കറിയാം കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ തന്നെ ഒരു വലിയ ഗുരുതരമായി പരിഹാരം കാണേണ്ട ഒരു വലിയ പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. അതിനൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത് മറ്റേതെങ്കിലും ഒരു ജനതയെ, മറ്റേതെങ്കിലും ഒരു ജീവജാലത്തെ, മറ്റേതെങ്കിലും തരത്തിൽ പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലാകരുത്. അത് ശാസ്ത്രീയമായ രീതിയിലാകണം, അന്യന് ദോഷമില്ലാത്ത രീതിയിലുമാകണം. അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വാർത്ത. രഞ്ജിത്ത് കുമാർ എന്നോട് ചോദിക്കുന്നു, ഗോപികൃഷ്ണൻ ബ്രോ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നേരെയായാൽ നന്നാവുന്നതല്ലേ ഉള്ളൂ കേരളം, പക്ഷേ എന്നെപ്പോൾ? രഞ്ജിത്ത് ബ്രോ, നമുക്കറിയില്ല, രാഷ്ട്രീയക്കാർ നന്നായാൽ നന്നാകുന്നതേ ഉള്ളൂ നമ്മുടെ നാട്, അതിലൊരു തർക്കവുമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലെയും നയ തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് നടപ്പാക്കേണ്ടത്, അത് മറ്റൊരാൾക്ക് ബാധ്യതയാകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുമൊക്കെ രാഷ്ട്രീയ നേതൃത്വവും ഭരണാധികാരികളുമാണ്. അവരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. വളരെ കാര്യമാത്ര പ്രസക്തമായ ചിലർ പ്രതികരണങ്ങൾ കുറിച്ചിട്ടുണ്ട്. റീന സതീശൻ ചോദിക്കുന്നു, കേരളത്തെ മൊത്തം നാണക്കേടിലാക്കി തല കുനിപ്പിച്ച സംഭവമായി പോയി സാർ ഇത് ചെയ്തവരെ ഒരിക്കലും വെറുതെ വിടരുത്, നിയമപരമായി കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. ഇത് ചെയ്തവരെ വെറുതെ വിടരുതെന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയും മുൻകരുതലും കൂടി നമുക്ക് വേണം. റീന, അതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ റഹീം അടൂർ ചോദിക്കുന്നു, വയനാട് ജനതയെ എല്ലാവരും മറക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങൾ അവിടെയുണ്ട്, അവർ പട്ടിണി കിടക്കുന്നുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കണം. റഹീം, അവർ പട്ടിണി കിടക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല, അവർക്ക് നല്ലൊരു കിടപ്പാടം ഉണ്ടാകാൻ, അവർക്കൊരു ജോലി കൊടുക്കാൻ, അവർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി അവരെ ആശ്ലേഷിച്ച് നിർത്തി ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സഹായം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ആ ധൈര്യം അവർക്ക് കൊടുക്കണം. അധികാരികൾ കണ്ണ് തുറന്ന് അവർക്ക് വേണ്ട ഇടപെടലുകൾ നടത്തണം. അതുവരെ കണ്ണ് തുറന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഉണ്ടാകും. നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. ധാരാളം കമന്റുകൾ വരുന്നുണ്ട്, നമുക്ക് അതിലേക്കും പോകാം.